എടാ ദിസ് ഈസ് ഇതിൻ. എടാ ഞാൻ രാഖ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹിന്ദി സീരീസ് കണ്ടു. ഇത് ആമസോൺ പ്രൈമിലത്തുണ്ട്. 8 എപ്പിസോഡ്സാണ് ഇത് പറഞ്ഞത്. ഈ പടം പറഞ്ഞു പോകണമെന്ന് വെച്ചാൽ ഒരു 1970s നടക്കുന്ന കഥയാണ്. അവിടെ ഒരു ദിവസം ഒരു ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ ഒരു മർഡർ, തുടർന്ന് നടക്കുന്ന പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെയാണ് അത് പറഞ്ഞു പോണത്. എനിക്ക് കണ്ടിട്ട് ഒരു ഡീസൻറ്റ് വാച്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം എന്ന് വെച്ചാൽ ഇത് കണ്ടു മടുത്ത ആ ഒരു കൈൻഡ് ഓഫ് കഥകളാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു കൊലപാതകം, അതിൻ്റെ ഒരു അന്വേഷണം, ആളുകളെ കണ്ടെത്തുന്നു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ആ ഒരു സ്ഥിരം ടിപ്പിക്കൽ പരിപാടിയാണ്. പക്ഷേ എനിക്കിത് ഡീസൻ്റായിട്ട് തോന്നാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിലെ പെർഫോമൻസ് ആണ്. എല്ലാവരും അവരവരുടെ രീതിയിൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസുകളായിരുന്നു. പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ലീഡ് റോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ മിർസാപൂറിലുള്ള അലി ഫസലാണ്. പുള്ളിക്കാരനടക്കം എല്ലാവരും അവരവരുടെ പണി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സ്ഥിരം ഇതായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒന്ന് തോന്നിയത്. പ്രധാനമായിട്ട് ഇതിനകത്ത് നെറ്റി ഷെയ്ഡിൽ 2 പേരാണ് വരുന്നത്. അവരെ പേരെന്നാളെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ അവരെ പെർഫോമൻസ് വെച്ച് രണ്ടിനെയും കവളി മടൽ വെട്ടി അടിക്കണമെന്നുള്ള ഒരു ലെവലിലാണ് തോന്നുന്നത്. അമ്മാതിരി വെറുപ്പ് കാര്യങ്ങളാണ് അവർ പ്രൊവൈഡ് ചെയ്യണത്. കൊള്ളാം. പിന്നെ കണ്ടിട്ട് എയറേറ്റഡ് ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം ചീത്തവിളിയും കൊല്ലലും ഒക്കെ ഉണ്ട്. പിന്നെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡീസൻറ്റ് പരിപാടിയാണ്. പിന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ പരിപാടീസൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. സോ പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് തീർത്തും ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല. നിങ്ങൾക്ക് നമ്മളെ ഒപ്പീനിയൻസ് തമ്മിലൊരു ഡിഫർ കാണുമായിരിക്കും. ഇതിൻ്റെ ആ ഒരു എൻഡിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് പറയേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് എൻഡിങ് ഇങ്ങനെ ആയിരുന്നു എങ്കിൽ നന്നായനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഓൾട്ടർനേറ്റീവ് പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ. പിന്നെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് കൂടെ നിർത്തുന്നു. അപ്പോൾ താങ്ക് യു.